ഞാൻ പോയത് ഗസ്റ്റ് ആയിട്ടാണ് പോയത്, കണ്ടസ്റ്റന്റ് ആയിട്ടല്ല പോയത്. പിന്നെ ഒരാഴ്ച എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അവർക്ക് കുറെ ഈ 50 ദിവസം കഴിഞ്ഞതല്ലേ, അപ്പൊ അവർക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചില ആൾക്കാർക്ക് സങ്കടങ്ങൾ ഉണ്ടാവും, ചില ആൾക്കാർക്ക് സന്തോഷങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്നെ തന്നെ അവരുടെ ആ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി, സങ്കടങ്ങളായാലും സന്തോഷങ്ങളായാലും അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും എൻ്റെ അടുത്ത് പങ്കിടാനുള്ള ഒരു സ്പേസ്. അപ്പൊ എൻ്റെ അടുത്ത് അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഞാൻ ഓൾറെഡി അവിടെ കണ്ടസ്റ്റന്റ് ആയിട്ട് നിന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാളുടെ അടുത്ത് പറയുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ അടുത്ത് പറയാൻ പറ്റും എന്ന് ബിഗ് ബോസ് ടീമിനെ അറിയാം. അതുകൊണ്ട് തന്നെ എന്നെ ഒരു അതിഥിയായിട്ടാണ് എന്നെ വിളിച്ചത്. ഞാൻ ഒരാഴ്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അതിഥിയായിട്ട് അത് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത് അതിഥിയായിട്ട് ഞാൻ അങ്ങോട്ട് പോയി. കുറെ ആൾക്കാർ എൻ്റെ അടുത്ത് വിഷമങ്ങൾ പറഞ്ഞു, അത് ഞാൻ കേട്ടു. കുറെ ആൾക്കാർ സന്തോഷങ്ങൾ പറഞ്ഞു, പങ്കിട്ടു, അത് കേട്ടു. അവരുടെ എല്ലാത്തിനും ഞാൻ പങ്കുകൊണ്ടു. പക്ഷെ ഞാൻ വിചാരിച്ചത് ഒരാഴ്ച കഴിയുമ്പോൾ എന്നെ ഗെയിമറാക്കി മാറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അതുണ്ടായില്ല. എനിക്ക് അവിടെ ഗെയിം കളിക്കാൻ പറ്റിയില്ല. എനിക്ക് ഗെയിം കളിക്കാൻ എനിക്കൊരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനൊരു പ്രാങ്ക് ഒക്കെ ഞാൻ ഉണ്ടാക്കി. നിങ്ങൾ കണ്ടു അത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ആ പ്രാങ്ക്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഗെയിം കളിക്കണം എന്നൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോ സിജോ എന്റെ ആദ്യത്തെ 7 ദിവസം നോക്കുമ്പോൾ സിജോ ഞാൻ ഭയങ്കര ഒരു വഴക്കിലെ ഒരു അറ്റത്തായിരുന്നു അല്ലെ. സിജോ എന്റെ എതിർവശത്ത് പ്ലേ ചെയ്യുന്ന ഒരാളായിരുന്നു. ഭയങ്കര വഴക്കായിരുന്നു ഞങ്ങൾ തമ്മിൽ. പക്ഷെ അത് മുഴുവൻ ഈ തവണ എനിക്ക് ഏറ്റവും വലിയൊരു ഭാഗ്യം കിട്ടിയത് സിജോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞ് സ്നേഹത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അപ്പൊ എനിക്ക് അന്ന് അങ്ങനെ ഒരു സംഭവമൊക്കെ നമ്മൾ അത്രയും ശത്രു എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ഗെയിമിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കളിച്ചത്. പക്ഷെ സിജോ ആയിട്ട് ഒരുപാട് നേരിടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറ്റിയപ്പോൾ എന്റെ മനസ്സിൽ തന്നെ ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും, എനിക്ക് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ സിജോനെ വിളിക്കും, സിജോനെ വിളിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ഫേസ് ചെയ്ത് ഞാൻ വിളിക്കും, സംഗതി ഗെയിമാണ്. പക്ഷെ സിജോ ഏത് തരത്തിൽ എടുക്കുന്നു എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷെ അവനൊരു നല്ലൊരു ഹ്യൂമൻ ബീങ് ആണ്. അവൻ സിജോ എൻ്റെ അടുത്ത് അതൊന്നും വിഷയമേ അല്ല രജിച്ചേട്ടാ, അതൊക്കെ ഗെയിമാണ്, അത് ഗെയിമിന്റെ ലെവലിൽ വിടണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. മാത്രമല്ല അവിടെ ഒരു ചെറിയൊരു നനഞ്ഞവട്ടൊക്കെ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല. എനിക്ക് റെസ്ട്രിക്ഷൻസും എനിക്ക് കുറച്ച് പരിധികളുണ്ട്. ആ പരിധി വിട്ടിട്ട് എനിക്ക് ഗെയിം കളിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ തന്നെ ബിഗ് ബോസിനോട് പെർമിഷൻ, ഞാൻ തന്നെ ക്യാമറയിലൂടെ ഞാൻ പറഞ്ഞു, ഞാനും സിജോയും ചേർന്നിട്ട് ഒരു പ്രാങ്ക് കളിക്കാൻ പോവാണ്, പ്രാങ്ക് ചെയ്യാൻ പോവാണ് ഇവരെ. അപ്പോൾ അതിന് ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കണം. അപ്പോൾ പിന്നെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞു. മാത്രമല്ല ഞങ്ങളുടെ ഈ വഴക്ക് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുമ്പോൾ, നമസ്കാരം, ഭയങ്കരമായിട്ട് സ്ട്രോങ് ആവുമ്പോൾ ഒന്ന് ബിഗ് ബോസിനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തു, സിജോ ഉണ്ടായിരുന്നു കൂടെ, ഞാൻ റിക്വസ്റ്റ് ചെയ്തു ഞങ്ങളുടെ വഴക്ക് സ്ട്രോങ് ആയ ഒരു നിമിഷത്ത് ഒന്ന് രതീഷ്, സിജോ കൺവെൻഷനിലേക്ക് വരിക എന്ന് പറയണം, എന്നാലും ഭയങ്കര ഒരു പൂർണ്ണത കിട്ടുള്ളൂ എന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു ബിഗ് ബോസിന്റെ അടുത്ത്. അപ്പൊ ബിഗ് ബോസ് അതേപോലെ തന്നെ എല്ലാ കാര്യവും ചെയ്തു. ആ പ്രാങ്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ പിന്നെ ചെറിയ തോതിൽ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടൊക്കെ ചെറിയൊരു ഗെയിമും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഗബ്രിക ആയിട്ട് അങ്ങനെ ചെറിയ ഗെയിമും കാര്യങ്ങളൊക്കെ കളിച്ചിരുന്നു. എന്നാലും എനിക്ക് ഗെയിം കളിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് അടുത്ത ആഴ്ച തൊട്ട് എനിക്ക് എന്നെ ഒരു ഗെയിമറാക്കി മാറ്റുമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാൻ ഒതുങ്ങിയിരുന്നതാണ്. കാരണം എനിക്കിങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഇഷ്ടമല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, എൻ്റെ കയ്യിൽ ഒരുപാട് ഗെയിംസ് ഉണ്ട്. എനിക്ക് 7 ദിവസം മതി, ഒരാഴ്ച മതി, എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുമായിരുന്നു ഗെയിം. പക്ഷേ എനിക്ക് അതിനുള്ളൊരു അവസരം എനിക്ക് വന്നില്ല. കാരണം എനിക്ക് എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ഭംഗിയായിട്ട് ചെയ്തു. എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ അപ്സര പങ്കിട്ടു. പിന്നെ കുറെ ആൾക്കാർ നിങ്ങൾ കണ്ടതല്ലേ, അതായത് അപ്സരൻ്റെ അടുത്ത് മനസ്സ് തുറന്നിട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റസ്മിൻ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അങ്ങനെ എല്ലാവരും ഒരുവിധ ആൾക്കാരുടെയൊക്കെ സങ്കടം ഞാൻ കേട്ടു. എനിക്ക് ടച്ചിങ് ആയിട്ട് ഭയങ്കരമായിട്ട് ടച്ചിങ് ആയിട്ട് തോന്നുന്ന അപ്സര ഒരു കൂടപ്പറപ്പിനോട് പറയുന്ന പോലെ എൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നുള്ളതാണ്. ആ കുട്ടി അത്രയും ഞാൻ വലിയ കുറേ കാര്യങ്ങൾ, ആ കുട്ടി ഇത്രയും ഒരു ചെറിയ പ്രായത്തിനുള്ള അത്രയും വലിയ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഈ പ്രശ്നങ്ങളൊന്നും ഒന്നിലിടും. അപ്പോൾ അപ്സര വളരെ നല്ല രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു. അപ്സരയുടെ കുറേ വിഷമങ്ങൾ എൻ്റെ അടുത്ത് പങ്കിട്ടു. അപ്സര മാത്രമല്ല, ഒരുവിധം എല്ലാവരും സംസാരിച്ചു. സന്തോഷമായാലും സങ്കടമായാലും അവരൊക്കെ സംസാരിച്ചിട്ടുണ്ട്. കുറച്ചുകൂടി ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്തത് എനിക്ക് അപ്സരയുടെ ഗബ്രീനെ വീണ്ടും കണ്ടപ്പോൾ എന്ത് തോന്നാൻ, എനിക്ക് എൻ്റെ ഒരു പഴയൊരു അനിയനെ വീണ്ടും കണ്ട ഒരു ഫീല്, ജാസ്മിനെ കണ്ടപ്പോഴും ഒരു അനിയത്തിനെ വീണ്ടും കണ്ടൊരു ഫീല്. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല്, ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാ കണ്ടസ്റ്റന്റിനും ഒരു ചെറിയൊരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ചെറിയൊരു പേടി പോലെയൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഗെയിമറാണോ
ഗെയിമറായിട്ടാണ് വന്നത്, അല്ലെങ്കിൽ ഞാനിനി അവിടെ തുടരൂ, അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് അവർക്കുണ്ടായിരുന്നു. അപ്പോൾ അവര് ഞാനായിട്ട് അടുത്ത് ഇടപഴകാൻ ഭയങ്കര ഒന്ന് മാറി നിൽക്കുകയായിരുന്നു അവർ എല്ലാവരും. ഞാൻ അങ്ങോട്ട് കയറിയിട്ടാണ് സംസാരിക്കേണ്ടായിരുന്നത്. കാരണം അവർക്ക് ഇത് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. അവർ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം ഞാൻ എങ്ങനെയാണ് തിരിച്ചു വന്നിരിക്കുന്നതെന്ന് അവർക്കും ഒരു വ്യക്തമായിട്ട് ധാരണ. മറ്റേ ബിഗ് ബോസ് പറയുന്നുണ്ട് ഞാനൊരു അതിഥിയാണ്. ഞാനും പറയുന്നുണ്ട് ഞാൻ കുറച്ച് ദിവസമേ നിങ്ങളുടെ അടുത്ത് കാണൂ. അപ്പോൾ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത് രസം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഞാൻ ആദ്യത്തെ ആഴ്ചക്ക് ഇത്രയും നിങ്ങൾക്ക് കണ്ടതല്ലേ, എൻ്റെ കളികൾ കണ്ടതല്ലേ, അങ്ങനെ ഒരു 6 കളി കളിച്ച് എന്നെ തന്നെ ഇവരുടെ സങ്കടം കേൾക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ എനിക്കും കൺഫ്യൂഷനായി. അപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് വിളിച്ചത്. ഈ ട്രാക്ക് ആണെങ്കിൽ ശരിക്കും ആദ്യം ഔട്ട് നിന്ന് പോയി തോന്നിയില്ലേ? പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ഈ ട്രാക്ക് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ ട്രാക്ക് പിടിച്ചപ്പോൾ ഒരാഴ്ച ഫുള്ള് നിറഞ്ഞ് ഞാൻ നിന്നിരുന്നു. നിങ്ങളെല്ലാവരും നിറഞ്ഞു കണ്ടിരുന്നു. അത് കാരണമാണ് ആദ്യത്തെ ട്രാക്ക് ഞാൻ പിടിച്ച് ഞാൻ എഡിക്റ്റായി പോയപ്പോൾ അത് കാരണമാണ് എനിക്ക് ഇപ്പോൾ ഒരു അതിഥിയായിട്ട് എന്നെ വിളിച്ചത്. ആദ്യത്തെ ആഴ്ച ഞാൻ ഒരു വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ടെലികാസ്റ്റിങ്ങിനൊന്നും വരില്ലായിരുന്നു. അപ്പോൾ എന്നെ ഈ അതിഥിയായിട്ട് വിളിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ തോന്നുന്നു ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ചത് നന്നായി. ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ച കാരണം നാട്ടുകാർ അറിഞ്ഞു എങ്ങനെയായാലും എല്ലാ തരത്തിലുള്ള ഗെയിംസ് എനിക്ക് കളിക്കാൻ പറ്റുന്നു. വയലൻസ് ആയാലും ഹ്യൂമർ ആയാലും എല്ലാ തരത്തിലുള്ള ഗെയിം എനിക്ക് കളിക്കാൻ പറ്റുമെന്ന് അവർക്ക് ഞാൻ മനസ്സിലാക്കി കൊടുത്തു. ആദ്യത്തെ ആഴ്ച അങ്ങനെ കളിച്ചുകൊണ്ടാണ് എന്നെ അതിഥിയായിട്ട് ഈ ആഴ്ച വിളിച്ചത്. ഇനി ഈ കളി ഞാൻ ആദ്യത്തെ ആഴ്ച കളിച്ചു കഴിഞ്ഞാൽ ടെലികാസ്റ്റിങ്ങിൽ ഒരാഴ്ച ഫുള്ള് ഞാൻ വരില്ലായിരുന്നു. ഷഫിൾ ചെയ്ത് കുറച്ചായിട്ട് വരും. അതെനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ 100% കൊടുത്ത് ഡെഡിക്കേറ്റഡോടുകൂടി കളിക്കുന്ന ഒരാളാണ്. 100%. അതായത് എൻ്റെ മനസ്സിൽ ഞാൻ എല്ലാ ദിവസവും വരണം. അതിനുള്ള കണ്ടന്റുകൾ ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്തുണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ കളി എനിക്ക് ഇത്തവണ കളിക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ വന്നിട്ടുണ്ടായിരുന്നോ ഇത്തവണ? വന്നിട്ടുണ്ടായിരുന്നില്ല. ഏത് കളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായത്? ആദ്യത്തെ കളിയാണോ ഈ കളിയാണോ ഇഷ്ടമായത്? അന്ന് പറയൂ നിങ്ങൾ. ഈ കളിയാണെങ്കിൽ ഈ കളിയാണെങ്കിൽ അല്ലേ? പക്ഷെ ടെലികാസ്റ്റിങ്ങിന് അധികം ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഇപ്പൊ അതില് ഏറ്റവും പ്രധാനമായിട്ട് വിവാദങ്ങൾ വരുന്നുണ്ട്, പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ജാസ്മിൻ ഗബ്രി ഇവർ തമ്മിൽ എന്താണ് എന്ന് പുറത്തുള്ള ആൾക്കാർക്ക് സംശയമുണ്ട് കുറെ. എന്താണ് സംഭവം? അവിടെ നിന്നിട്ട് ചേട്ടൻ എന്താണ് ശരിക്കും മനസ്സിലായത്? പ്രണയമാണോ, അത് ചാറ്റർച്ചയാണോ, ഇവർ നേരത്തെ തുടങ്ങിയ പരിപാടിയാണോ? ഞാൻ പറഞ്ഞോട്ടെ, ഗബ്രി പുറത്തേക്ക് ഇറങ്ങി. ഗബ്രിയുടെ അടുത്ത് നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടാവും. എൻ്റെ അടുത്ത് ചോദിക്കുന്നതായിട്ടുള്ള നല്ലത് ഗബ്രിയുടെ അടുത്ത് നേരിട്ട് ചോദിക്കുക. അതാണ് നല്ലത്. ഞാൻ ഇത്തവണ അവിടെ ചെന്നിട്ട് ഞാൻ ചെറിയ തോതിൽ അവർക്ക് ചെറിയ വിഷമം ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരുടെ അടുത്ത്. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയ കുട്ടി പ്രശ്നങ്ങൾ ഗബ്രി ജാസ്മിൻ ഞാനായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കുട്ടി പ്രശ്നങ്ങൾ അത് തീർന്നു കേട്ടോ. ഗബ്രി പറഞ്ഞ പോലെ സ്റ്റേജിൽ പയ്യൻ അത്രയും നന്നായിട്ട് സംസാരിച്ചത് അല്ലേ? അതായത് എൻ്റെ പോലെ തന്നെ, ഞാൻ പറഞ്ഞ പോലെ തന്നെ, അതായത് ഗെയിം അവിടെ വിട്ടു. എവിക്റ്റ് ആവണോട് കൂടിയിട്ട് ഗെയിം അവിടെ വിട്ടിട്ടാണ് ഗബ്രി പോയതെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എവിക്റ്റ് ആവണോട് കൂടി ഗെയിം അവിടെ വിട്ടിട്ടാണ് പോയതെന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിൻ ഗബ്രി വിഷയം അത് ഗബ്രിയോട് ചോദിക്കുകയാണ് നല്ലത്. എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ഉത്തരം എനിക്ക് ഒരിക്കലും തരാൻ പറ്റില്ല. ഞാൻ ഇത്തവണ ഞാൻ പോയിട്ട് ഞാൻ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു. അത് അവർക്ക് ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ ചെറിയ തരത്തിലുള്ള ഒരു ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ എല്ലാവരും ഞാൻ പറപ്പിക്കും. അതിപ്പോൾ ഞാൻ ഗെയിമർ ആക്കി കഴിഞ്ഞാൽ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നപ്പോൾ ജാസ്മിൻ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തൻ്റെ ഒരു കാര്യം, ഞാൻ അങ്ങനെയാണ്. എൻ്റെ ഒരു നെഗറ്റീവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. 7 ദിവസം കഴിഞ്ഞിട്ട് ഔട്ടായ ഒരാളാണ് ഞാൻ കരുതുന്നത്. ഒരാഴ്ചയും കൂടി അല്ലെങ്കിൽ 2 ആഴ്ചയും കൂടി അല്ലെങ്കിൽ 3 ആഴ്ചക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോൾ എന്തോരം ക്ലൂസ് അവർ കൊടുക്കും. എനിക്ക് അങ്ങനെ വല്ല ക്ലൂസ്, എൻ്റെ ഗെയിം ശരിയായ രീതിയിലല്ല, വയലൻസ് കുറച്ച് കൂടുതലാണ്, കുറച്ചൊന്ന് മിതമാക്കി എടുക്കണമെന്ന് എനിക്ക് പറഞ്ഞു തരാൻ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കേട്ടോ. ഉള്ളിലുള്ള ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല. കാരണം വെച്ചാൽ ഞാൻ ഉള്ളിലുള്ള ആളല്ലേ. അപ്പം ഞാൻ ഒന്നുകൂടി ആലോചിച്ച് ചെയ്യുള്ളൂ. പുറത്തുനിന്ന് വന്ന ആൾക്കാർ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ കാരണം പുറത്തുനിന്ന് കളി കണ്ടു വന്ന ആൾക്കാരാണ്. അപ്പം അവർ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യമില്ലെന്ന് ഞാൻ വിചാരിച്ച് ഞാൻ എൻ്റെ ഗെയിം അവിടെ വേറെ രീതിയിൽ വിട്ടേനെ. കാരണം ഞാൻ ആദ്യത്തെ ആഴ്ച ഞാൻ എൻ്റെ ഗെയിം ഞാൻ തന്നെ മനസ്സിലാക്കിയിരുന്നു. അത് കാരണം ഹ്യൂമർ ട്രാക്ക് ഞാൻ പിടിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അവസാനത്തെ ജയിൽ ടാസ്ക് ഒക്കെ ഭയങ്കര സംഭവമായിരുന്നു. അതായത് അത് ഹ്യൂമർ ട്രാക്ക് പിടിച്ചതാണ്. അപ്പം അതേപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഞാൻ ഇവരോട് രണ്ടുപേരോടും പറഞ്ഞു. സത്യമായിട്ടും അവർ എൻ്റെ സ്വന്തം അനിയനും അനിയത്തിയും പോലെയാണ് എൻ്റെ മനസ്സിൽ, ഗബ്രിയായാലും ജാസ്മിനായാലും. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് പറഞ്ഞു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ അവർ എന്നെ ചെറുതായിട്ടൊന്ന് ട്രിഗർ നോക്കി.
അപ്പൊ എന്റെ അവസ്ഥയെ കുറിച്ച് പറഞ്ഞു. ഞാനൊരു ഗസ്റ്റ് ആയിട്ട് പോയ ഒരാളാണ്. ഞാനൊരു ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ എനിക്ക് അവിടെ ഗെയിം കളിക്കാൻ പാടില്ല. അപ്പോൾ ഗസ്റ്റ് ആയിട്ട് പോയവൻ ഗെയിം കളിച്ചു കഴിഞ്ഞാൽ വീണ്ടും രതീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളൂന്ന് ബിഗ് ബോസ് പറഞ്ഞാൽ എനിക്ക് ഇറങ്ങേണ്ടി വരും. അത് ചെറിയ കാര്യങ്ങൾ പറയുമ്പോൾ എന്നെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ പ്രൊമോട്ട് ആവണം നിൽക്കുന്നു. പക്ഷെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. കാരണം ഗെയിമർ എന്ന പരിവേഷം കഴിഞ്ഞ് അതിഥി എന്ന പരിവേഷം കഴിഞ്ഞ് ഗെയിമർ എന്ന വേഷം ഞാൻ എടുത്തണിയുമ്പോൾ ഞാൻ അവിടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യും. എന്റെ ഗെയിമിലെ ആദ്യത്തെ അര ജാസ്മിൻ തന്നെയായിരിക്കും. അവളെ ഞാൻ പൂട്ടും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ജില്ലപ്പൻ്റെ അടുത്താണ് പറഞ്ഞത്. ഞാനത് പൂട്ടും, ഞാനത് കറക്റ്റായിട്ട് ഞാൻ കളിക്കും. എന്റെ കളിയും അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ അവളെ ശരിക്കും ജാസ്മിനെ വട്ടം കറങ്ങാനുള്ള പരിപാടിയായിരുന്നു ഗെയിം കളിച്ചിട്ട്. പക്ഷെ അതൊന്നും നടന്നില്ല.